ആരാ വിളിക്കുന്നത്? പേര് പറയും. എന്റെ പേര് ഷാൻ. ഇസ്ലാം മത വിശ്വാസി. ഇസ്ലാം മതത്തിലും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാം വായിച്ചിട്ടുണ്ട്. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അറിയില്ലേ? ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. പറഞ്ഞോളൂ. ഹാർപിക് മുഹമ്മദ്. ഹാർപിക് മുഹമ്മദ്. ഹാർപിക് അതെ ഞാനാണ്. ഈ ഹാർപിക് എന്ന് പറയുന്നത് എന്താ സംഭവം? എനിക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാമോ? ഈ പച്ച വൈറസിനെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രത്യേക തരം ലായനിയാണ്. ഇസ്ലാമിൽ താങ്കൾക്ക് എന്താണ് അറിയാ? എന്താ അറിയണ്ടേ? ചോദിക്കൂ. എങ്കിലത് അറിഞ്ഞിട്ടേ ഞങ്ങളും പോന്നുള്ളൂ. താങ്കൾ മരിക്കോ? താങ്കൾക്കൊരു അവസാനം ഉണ്ടോ? ആരായാലും മരിക്കും. മുഹമ്മദ് നബി വരെ ചത്തു, പിന്നെയാണ് ഞാനും ചാവും. പിന്നെ നാണക്കെടുത്തി. ഇത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും ചത്ത് കുഴിച്ചിവിടെ അങ്ങനെ പറയാൻ പാടില്ല. മരിക്കും. നമ്മൾ എഴുന്നേറ്റ് മയ്യത്തിനെ ബഹുമാനിക്കണം എന്നാ പറയാ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഒസാമ ബിൻ ലാദനെ നിങ്ങൾക്ക് അറിയില്ലേ? നേരിട്ട് പരിചയമില്ല. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി ഒസാമ ബിൻ ലാദന്റെ മയ്യത്ത് താങ്കളുടെ മുന്നിൽ കൂടെ കൊണ്ടുപോയാൽ താങ്കൾ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കൂ? അതല്ല ഉദ്ദേശം. ഒസാമ ബിൻ ലാദൻ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയപ്പെടുന്നു. അത് നമുക്ക് വ്യക്തമായി തെളിവൊന്നുമില്ലല്ലോ. ഒസാമ ബിൻ ലാദന്റെ മയ്യത്ത് കണ്ടാൽ താങ്കൾ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കോ? അടിക്കും. കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഗോവിന്ദച്ചാമിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കോ? എന്താ സാർ മറുപടി ഇല്ലാത്തത്? നാ പറഞ്ഞിപ്പോയോ? ഗോവിന്ദച്ചാമിയാണോ ഒസാമ ബിൻ ലാദൻ? തല്ലിക്കൊന്ന് കായലേക്കറി ഞാൻ. ഗോവിന്ദച്ചാമി എന്താ ചെയ്തത്? സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് പറയപ്പെടുന്നു. ഇത്ര ചീപ്പാണോ നീ? ഇത്ര വൃത്തികെട്ട മനസ്സാണ് നിനക്ക്? അജ്മൽ കസബിനെ അറിയോ? എനിക്കറിയില്ല. മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭീകരവാദി. നിങ്ങൾ ആര് സൃഷ്ടിച്ചു? വാപ്പമ്മയും കൂടി. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞിരിക്കാൻ. ഓർമ്മയിൽ കുറിച്ചിട്ടോ ബായി, ഇത് വെറും വാക്കല്ല. നിങ്ങൾ ജീവനോടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തും പറയാം. ചത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടോ? എനിക്ക് മനസ്സിലാവും. മമ്മദ് ചത്തിട്ട് എന്താ ഇവിടെ ഉണ്ടായത്? ഏത് മമ്മദ്? എന്താ എന്റെ ഉദ്ദേശം? നമ്മള് ഇസ്ലാം മതത്തിലെ മമ്മദ് കള്ളപ്പന്നി. ഇസ്ലാമിനെ പറ്റി പഠിച്ച ഒരാള് എങ്ങനെ മമ്മദ് എന്ന് പറയാ? ഗോവിന്ദച്ചാമിനെ മാത്രം. നിങ്ങൾക്ക് എന്താ ഗോവിന്ദച്ചാമിനെ എത്ര? നിങ്ങളാണോ ഗോവിന്ദച്ചാമി? എന്നെ കൊല്ലാക്കൊല ചെയ്യാതെ രാജപ്പ. നല്ലതൊക്കെ പറയും. ഈ ഗോവിന്ദച്ചാമി നമ്മൾ ഈ പറയുന്ന ചർച്ചയിൽ ഈ ഗോവിന്ദച്ചാമി എങ്ങനെ വന്ന് എന്ന് വ്യക്തമായിട്ട് ആരും ബൈക്കറിയാം. നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ? എന്നൊരു കാര്യം പറയട്ടെ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നമ്മൾ ഇതുവരെ ഇത്രയും നേരം സംസാരിച്ചില്ലേ? അതായത് ഞാൻ ഈ പറഞ്ഞ ആരെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, പക്ഷെ നിങ്ങളുടെ ഈ ചാനൽ കാണുമ്പോ എനിക്ക് നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.